ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വാട്ടർ ലെവൽ അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം. ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു മഷി തീർന്ന പേന, ഒരു മാർക്കർ, ഒരു റീഫില്ലർ, പിന്നെ ബാറ്ററി, അത് കണക്ട് ചെയ്യാനുള്ളൊരു വയറ്, ബാറ്ററി ഇല്ലെങ്കിൽ സോളാർ, പിന്നെ ചെറിയ കഷ്ണം സ്പോഞ്ച്, ഒരു ചെറിയൊരു കമ്പി. മെയിനായിട്ട് വേണ്ട ഒരു ബസർ. അത് മാർക്കറ്റിൽ നമുക്ക് ചെറിയൊരു വിലയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അതായിട്ട് നമുക്ക് മാർക്കറിൻ്റെ 2 തലയും നമുക്ക് ഒരു ആക്ഷൻ ബ്ലേഡ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കണം. ശേഷം അതിൻ്റെ പിസിൽസൊക്കെ ഒന്ന് കളയണം നമുക്ക്. മാർക്കറിന് നമ്മൾ മറ്റേ തലയെ മുറിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ ആക്ഷൻ ബ്ലേഡ് വെച്ചിട്ട് സാവകാശം മുറിച്ചെടുക്കണം. ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പേനൻ്റെ ഒരു സൈഡിൽ നമുക്ക് മുറിക്കണം. അപ്പോൾ അതിന് നമ്മൾ ആക്ഷൻ ബ്ലേഡ് വെച്ച് തന്നെ മുറിക്കുന്നത്. ശേഷം നമുക്ക് ഒരു DVD മാർക്കർ ഉപയോഗിച്ച് നമ്മുടെ മാർക്കറിൻ്റെ ഒരു പുറം ഭാഗം, പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് വേറൊരു പുറം ഭാഗവും നമുക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഹോൾ ഇടണം. അതുപോലെ നമ്മുടെ പേനിൻ്റെ സെൻറ്ററിലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെയും ചെറിയൊരു ഹോൾ ഇടണം. അപ്പോൾ നമുക്ക് ചൂടാക്കിയിട്ട് ചെയ്യുമ്പോൾ പെടയുന്നാവും അത്. അപ്പോൾ ഓട്ടയിടുന്ന സമയത്ത് 2 ഭാഗവും ഒരേ പൊസിഷനിൽ ഓട്ടയിടണം. ഓട്ടയിടുന്ന പൊസിഷനും അതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനും കൃത്യം ഒരേ അളവിലായിരിക്കണം. പിന്നെ വൃത്തിയായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഹോൾ ഇടണം. നമ്മൾ ഏകദേശം 2 ഭാഗം ഒരുപോലെ ഹോൾ ഇട്ട് കഴിഞ്ഞു. കൂടാതെ നമ്മുടെ പേനയിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് സെൻറ്ററിലൊരു ഹോളും കൂടി ഇറക്കും. നമ്മളിപ്പോൾ ഇട്ട ഭാഗം വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. അതിൻ്റെ ഹോളും കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ബ്ലേഡും കൊണ്ട് ചെറുതായിട്ട് നല്ല കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റീഫില്ലർ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സൈഡിൽ മുട്ടാതെ ഇരിക്കണം. നമ്മൾ ഓൾറെഡി ഹോൾ ഇട്ട് വെച്ച പേന അതിൻ്റെ സെൻറ്റർ സൈഡൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മനസ്സിലാക്കണം. ശേഷം നമുക്ക് ആ റീഫില്ലർ അതിൻ്റെ ഉള്ളിൽ പാകമാകുമ്പോൾ നോക്കാം. അപ്പോൾ അങ്ങനെ പാകമാകുന്ന അളവിൽ വേണം നമ്മൾ ഹോളിടാൻ. ശേഷം നമുക്ക് പേനയുടെയും മാർക്കറിൻ്റെയും മുകൾ ഭാഗത്ത് കുനുകുനാന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് അതിൽ ചെറിയ ചെറിയ ഹോൾ ഇടാനുള്ളതാണ്. ശേഷം നമുക്ക് പേനൻ്റെയും മാർക്കറിൻ്റെയും മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഇടണം. അപ്പോൾ അതും ചൂടാക്കി ഇടുന്നതാണ് നല്ലത്. I'm on my own, broken alone. I feel the rain crashing down all around this empty town. We're searching for the മാർക്കറിന്റെ മുകൾ ഭാഗത്ത് ഹോൾ ഇട്ടതിന്റെ കുറച്ച് അടിയിലായിട്ടും ഒരു നീളത്തിലൊരു ഹോൾ ഇടണം. നമ്മൾ ആ ഹോൾ ഇട്ടു. ആ ഹോളിട്ട ഭാഗം നമ്മൾ പിസിലുകളൊക്കെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അവിടെ പേനൻ്റെയും മാർക്കറിൻ്റെയും ഹോളിട്ട ഭാഗം നമുക്കൊന്ന് മിനുസാക്കണം.
നമുക്ക് കുറച്ച് ചെമ്പ് കമ്പി എടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെമ്പ് കമ്പി എടുക്കാം. എടുത്ത ചെമ്പ് കമ്പിയിൽ 3-4 കഷ്ണങ്ങൾ അത് നന്നായി പിരിക്കുക. പിരിച്ചതിന് ശേഷം നമ്മുടെ പാനിൽ നമ്മൾ ഹോളിട്ട ഭാഗത്തും നമ്മൾ ഇങ്ങനെ മേൽഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെ ചുറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് മാർക്കറിൻ്റെ ഉൾഭാഗത്ത് ചെമ്പ് കമ്പി വരുന്ന രൂപത്തിൽ ഇതുപോലെ നമ്മൾ ചെയ്യണം. ഏകദേശം നമ്മുടെ പണി പൂർത്തിയാകാനായി. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച സാധനം ആ ചെമ്പ് കമ്പി പുറത്തേക്ക് വരുന്ന രൂപത്തിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇനി നമ്മൾ റീഫില്ലർ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്ത് നമുക്ക് വരും. ഇത് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ മേലേക്ക് വരുന്ന സമയത്ത് ഇത് പൊന്താൻ വേണ്ടിയിട്ടാണ്. ഇനി അടിയിൽ നമുക്ക് ഒരു സ്പോഞ്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പ്ലാസ്റ്റിക്കിൻ്റെ അത് കട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യണം. നമ്മൾ സൂപ്പർ ഗ്ലൂം അല്ലെങ്കിൽ ഫ്ലെക്സ് ബുക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്പോഞ്ച് ഉരുകി പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. No point in blaming you, you did not know. Oh, I thought you were the one for me. That's why I give you everything. Held you close by the stormy seas. Oh, you meant the world to me. ഈ മാർക്കറിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു കമ്പി ചുറ്റിക്കെട്ടാം. നമുക്കൊരു ടാങ്കിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വളയ്ക്കുകയും വേണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം ശരിക്ക് ഒരു സ്വിച്ചിൻ്റെ ഫങ്ഷനാണ്. അതായത് 2 ചെമ്പ് കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പവർ സപ്ലൈ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് ബാറ്ററിയിലോ അല്ലെങ്കിൽ സോളാറിലോ പിന്നെ ബസറിലും നമുക്ക് അയൺ ഉപയോഗിച്ച് നമുക്ക് സോൾഡ് ചെയ്യണം. ഏകദേശം നമ്മുടെ വർക്ക് ഫിനിഷായി. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ളത് ഈ വയർ കണക്ട് ചെയ്യാനുള്ളതാണ്. ഒരു വയറിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് അതിൽ പിടിപ്പിക്കാം. നമ്മുടെ വർക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ച് നമുക്ക് അത് നോക്കാം. I'm on my own, broken and alone. I feel the rain crashing down. All around this empty town, we're searching for the lost and found. But you don't care, you're unaware. You're moving like the scars aren't even there. It's in the air, like a blazing